യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് യാക്കോബിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ 14 വാക്യം വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നോക്കണേ, ഇതാരെയാണ് അനുഗ്രഹിക്കുന്നത്? പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കിയാൽ ഉപായിയാകുന്ന യാക്കോബിനെ. ഒരിക്കലും യാക്കോബിൻ്റെ സ്വഭാവവും അവൻ്റെ പ്രകൃതവും ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ പര്യാപ്തമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം. പക്ഷേ ദൈവം നോക്കുന്നത് ദൈവം അവന് കൊടുത്തതായ വിളിയാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നേച്ചർ നമുക്കതിനെ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. നമ്മളുടെ സ്വഭാവം, നമ്മുടെ ജീവിത രീതികൾ, ഇതൊന്നും നമുക്ക് മുൻവിധിയോടുകൂടെ മാത്രമേ ശ്രദ്ധിക്കുവാൻ കഴിയത്തുള്ളൂ. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം. നമ്മെക്കുറിച്ചെല്ലാം തന്നെ ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. നമ്മുടെ കാലങ്ങളെക്കുറിച്ച്, നമ്മുടെ കാലഗതികളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ചെല്ലാം നല്ലവണ്ണം അറിയാവുന്ന ഒരു ദൈവത്തിന് മുമ്പാകെയാണ് നമ്മൾ ആയിരിക്കുന്നത്. അവൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ ഒരുപക്ഷെ മനസ്സിലാക്കുന്നില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വചനഭാഗമാണ് യിരെമ്യാവിൻ്റെ പുസ്തകം 18 അധ്യായം. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, യിരെമ്യാവിനെ ദൈവം കുശവൻ്റെ വീട്ടിലേക്ക് അയച്ചു. അവൻ കുശവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കുശവൻ ചക്രത്തിന്മേലിരുന്ന് വേല ചെയ്യുകയായിരുന്നു. അവൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കുശവൻ ചക്രത്തിന്മേൽ വെച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ കയ്യിലെ ആ പാത്രം ഉടഞ്ഞുപോയി. യിരെമ്യാവ് വളരെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുശവൻ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി ആ ഉടഞ്ഞുപോയ പാത്രത്തെ ആക്കി തീർത്തു. എന്നിട്ട് ദൈവം ഇസ്രായേലിനോട് യിരെമ്യാ മുഖാന്തരം അരുളി ചെയ്തൊരു ദൂതുണ്ട്. ദൈവം പറയുന്നു, യിരെമ്യാവേ, ഈ കുശവൻ കളിമണ്ണിനോട് ചെയ്തതുപോലെ തന്നെ എനിക്കും ചെയ്യുവാൻ സാധിക്കും. നമ്മൾ സാധാരണയായിട്ട് എന്താ പറയുന്നത്? ഈ കളിമണ്ണ് കൊള്ളാത്തത് കൊണ്ടാണ് അതൊരു പാത്രമായി തീരാഞ്ഞത്. കുശവൻ്റെ ഹൃദയത്തിൽ ഒരു പ്ലാൻ ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. പക്ഷേ അതിനനുസരിച്ച് ഇതിനെ മോൾഡ് ചെയ്തെടുക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയും, അല്ലയോ കുശവ, ഈ കളിമണ്ണ് നീ എടുത്ത് ദൂരെ കളയുക. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യുന്നതായൊരു ദൈവമല്ല എന്നുള്ളത് യിരെമ്യാവിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട്. ഇന്നും നമ്മളോടും ദൈവം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ലോകം മുഴുവനും നമ്മെ തള്ളിക്കളയുമ്പോൾ ദൈവം പറയുന്നു, ഇല്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കാരണം ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് സംസാരിച്ചിരുന്നുവല്ലോ. ദൈവത്തിൻ്റെ പ്രീ ഡെസ്റ്റിനേഷൻ, ദൈവത്തിൻ്റെ മുന്നറിവ്, മുൻനിർണയങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുണ്ട്. ആ ഒരു ദൈവത്തിൻ്റെ അറിവിൽ ദൈവത്തിന് അറിയാം നമ്മൾ എന്തായി തീരും, എങ്ങനെയായി തീരും എന്നുള്ളത്. യാക്കോബ് ഉപായിയാണ്. അവൻ ഉപായത്താൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആളുകളൊക്കെ ചിന്തിച്ച സ്ഥാനത്ത് ദൈവത്തിൻ്റെ ആ വഴിയിലേക്ക് യാക്കോബ് വന്നു. തൻ്റെ മാതാപിതാക്കൾ അവനോട് പറയുന്നത് പോലെ തന്നെ അവൻ ഓരോ കാലേടുകൾ എടുത്തു വെച്ചപ്പോൾ ദൈവത്തിൻ്റെ നീതി അവങ്കിലേക്ക് വെളിപ്പെടുവാൻ തുടങ്ങി. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ദൈവം ഒരുക്കുന്ന ഒരു നന്മ കണ്ടില്ല എന്നിരിക്കും. ഒരുപക്ഷെ നാളെയും നമുക്കത് കാണുവാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നാം ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണം. ദൈവം നമ്മെ ഒരുക്കുന്ന പാതയിലൂടെ നമുക്ക് പോകുവാൻ കഴിയണം. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ ആ അനുഗ്രഹം ലഭിക്കാനിടയായി തീരും. ഇതേ കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യാക്കോബ് കിടന്നതായ സ്ഥലം അത്ര ആകർഷകമായ സ്ഥലമല്ല. വിജനമായൊരു സ്ഥലം, വളരെ ഭീതിയുള്ളതായ സ്ഥലം. ഇനി യാക്കോബിനെ തന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വളരെ ഏകാഗിയായൊരു മനുഷ്യൻ, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവനായ മനുഷ്യൻ. പക്ഷേ ദൈവമായിട്ട് അവൻ കണക്ട് ചെയ്തപ്പോൾ, അഥവാ ആ ദിവസം ദൈവം അവനോട് സംസാരിച്ചപ്പോൾ ദൈവത്തിന് അവനോട് പറയാനുള്ളത്, യാക്കോബേ, അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹത്തെ ഞാൻ നിന്നിലേക്ക് കൈമാറുകയാണ്. ഈ സന്ദേശത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ദൈവം യാക്കോബിനോട് പറയുകയാണ്,
നമ്മൾ വായിച്ചതുപോലെ നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും, നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. ഓക്കണേ, ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നതായ ഒരു സന്ദേശമാണ്. ഇസ്രയേല് പരക്കുന്ന കാര്യത്തെക്കുറിച്ച്, അവർ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന കാര്യങ്ങൾ. മറ്റേത് ജനസമൂഹത്തെക്കാളും അധികം യഹൂദന്മാരാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അവർ പരന്നു കിടക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പോലും, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ ഒരു യഹൂദ സിനഗോഗ് ഉള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഈ അടുത്ത സമയം വരെയും അവർ കുടുംബങ്ങളായി അവിടെ താമസിച്ചിരുന്നു. എന്നാൽ ദൈവവചനത്തിൻ്റെ നിവൃത്തിക്കനുസരിച്ച് അവർ മിക്കവരും ഇപ്പോൾ അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയിരിക്കുക. അമേരിക്കയിലും ജർമ്മനിയിലും നെതർലൻഡ്സിലും നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാന ഭാഗങ്ങളിലൊക്കെ യഹൂദന്മാർ ചിതറിപ്പാർക്കുന്നുണ്ട്. ദൈവം അവരെ അവിടങ്ങളിലെല്ലാം അയച്ചു. ഇവിടെ വായിക്കുന്ന പോലെ അവർ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. ഇനിയും ഇസ്രയേൽ എന്നുള്ളതായ ആ പ്രദേശത്തെ തന്നെ നമ്മൾ നോക്കിയാൽ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർ പരന്ന് താമസിച്ചിരുന്ന ആളുകളാണ്. ഇത് ദൈവം അവർക്ക് കൊടുക്കുന്നതായ ഒരു അനുഗ്രഹമാണ്. ദൈവം അനുവദിച്ചാൽ ഈ വാക്യത്തിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ നിർണയം എന്താണോ, ദൈവത്തിൻ്റെ മുന്നറിവ് എന്താണോ, അതിലേക്ക് തന്നെ ദൈവം നമ്മെ കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവം നിസ്സഹായനായിത്തീരും നാം ദൈവ വഴി വിട്ടുമാറുമ്പോൾ. ദൈവം നമ്മളോട് നടക്കുവാൻ പറയുന്ന ആ പാതയിലൂടെ, ആ ജീവിതത്തിൻ്റെ ആ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നില്ലെങ്കിൽ ഈ ദൈവിക നിർണയങ്ങൾ നമ്മുടെ മേൽ വെളിപ്പെടുകയില്ല. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നെക്കുറിച്ചുള്ള മാസ്റ്റർ പ്ലാൻ. ദൈവം അങ്ങനെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി ദൈവത്തിൻ്റെ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നില്ലെങ്കിൽ നമുക്ക് നാശം വന്നു ഭവിക്കുക. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ ആ നാശം പോലും ദൈവത്തിൻ്റെ മുന്നറിവിലുണ്ട് എന്നുള്ളതും നാം കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന് നമ്മുടെ അവസ്ഥകളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. നമ്മളൊക്കെ ചോദിക്കും, ദൈവമേ, എൻ്റെ അവസ്ഥ നീ കാണുന്നില്ലേ? എന്നെ നിനക്ക് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയില്ലേ? ദൈവത്തിന് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ കഴിയണമെങ്കിൽ നാം അവൻ്റെ അടുക്കിലേക്ക് വന്ന് നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവവചനം അനുസരിക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കണം. ഇന്നലെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള ഒരു ആവശ്യബോധത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സന്ദേശം ദൈവം നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുക. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുന്ന കാര്യം ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം സഹായിച്ചു. ദൈവ വഴിയിലൂടെ നടക്കുന്നതായ യാക്കോബിനെ ദൈവത്തിൻ്റെ ആ നന്മകളാൽ ദൈവം നിറയ്ക്കുന്നു എന്നുള്ളതും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഇടയാക്കിയതിനായി നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ ഭാവിയെക്കുറിച്ചുള്ളതോ, അവരുടെ ജീവിതത്തിൽ അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തെന്ന് അറിയാത്തതായ അവസ്ഥയോ ആയിരിക്കുന്നെങ്കിൽ ഇന്നു മുതൽ അവരുടെ ജീവിതത്തിൽ ഒരു ദിശാബോധം ഉണ്ടാകുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ അവരുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് ദൈവ വഴിയിലൂടെ നടക്കുവാൻ, ദൈവവചനത്തിലൂടെ സഞ്ചരിപ്പാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.